ഷെയ്ൻ അഭിനയിച്ചുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഉണ്ണി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഇന്നയാൾ മ്യൂസിക് ചെയ്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഇന്നയാൾ ക്യാമറ എടുത്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല. സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊഡ്യൂസറുടെ കാശ് വേണം. സായി അഭ്യങ്കറിൻ്റെ ആദ്യത്തെ സിനിമ നമ്മളുമായിട്ട് സൈൻ ചെയ്ത്, നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി 14 സിനിമ സൈൻ ചെയ്തു. അതല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമകളാണ് പുള്ളി സൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ സായി അഭ്യങ്കറിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ നമ്മൾ ഭയങ്കര ചർച്ച ചെയ്തു. അപ്പോൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് സായി അഭ്യങ്കറിനൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ആ സിനിമയിൽ അത്രത്തോളം വലുതാണെന്ന് ഇപ്പോൾ റിലീസായപ്പോൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് സാറിനെ വിലയിരുത്തുന്നത്? എനിക്ക് ഖത്തറിലൊരു മ്യൂസിക് സ്കൂളുണ്ട്, മ്യൂസിക് ലോഞ്ച്. അപ്പോൾ എൻ്റെ സ്കൂളിലെ സ്റ്റുഡൻറ്റ് ഖത്തറിലുള്ള അൽദാന എന്ന് പറയുന്ന ഒരു അറബി ലേഡിയാണ്. പുള്ളിക്കാരത്തി ആ സ്കൂളിൽ പഠിക്കാൻ വന്നു. ശരിക്കും ഖത്തറിൽ അറബ്സിന് പാട്ട് പഠിക്കുന്നതിലേക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലമാണ്, നമ്മുടെ ഇന്ത്യ പോലെ അല്ലല്ലോ. ആ കുട്ടി അവിടുന്ന് പഠിച്ച് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഇനാഗറൽ സോങ് പാടിയത് അൽദാനയാണ്. അൽദാന ഇപ്പം നമ്മുടെ മ്യൂസിക് മ്യൂസിക്കിൻ്റെ ഡയറക്ടറാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം മ്യൂസിക് സ്കൂളുണ്ട്. നേരം ഈ ഒരു പരീക്ഷണം മലയാളത്തിൽ ഇപ്പം വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സുഷിൻ ശ്യാമുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. എങ്കിൽ പോലും ഒരു വ്യത്യസ്ത ഈ സിനിമയെ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചു. ഡയറക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാട്ടെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ. ഞാൻ നോക്കിയപ്പം പുള്ളിയും ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. സായി അഭ്യങ്കറിൻ്റെ ആദ്യത്തെ സിനിമ നമ്മളുമായിട്ട് സൈൻ ചെയ്ത്, നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി 14 സിനിമ സൈൻ ചെയ്തു. അതല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമകളാണ് പുള്ളി സൈൻ ചെയ്തേക്കുന്നത്. എൻ്റെ നിന്ന് മേടിച്ചതിൻ്റെ 5 ഇരട്ടി ശമ്പളമാണ് പുള്ളി ഇപ്പം മേടിക്കുന്നത്. നേരം അത് അന്ന് ഡയറക്ടർ ഉണ്ണി എന്നോട് പറഞ്ഞത് സത്യമാണ്, എൻ്റെ പാർട്ണർ ബിനുവിനോടും എന്നോടും പറഞ്ഞത് സത്യമാണ് എന്ന് നമ്മൾ ആ ഉണ്ണിയെ വിശ്വസിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തെ കൊണ്ടുവന്ന പൈസ കേട്ടിട്ട് പലരും പല ട്രോളൊക്കെ തന്നെ ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ട്രോളൊക്കെ നിന്നു. അത് വേറൊരു മറുപടി കൊടുക്കാനില്ല അതിന്. പിന്നെ നമുക്ക് ഇത് ഈ കറക്റ്റായിട്ടുള്ള ആൾക്കാർ പ്ലേസ്ഡ് ആയാൽ മാത്രമേ ഒരു പ്രോഡക്റ്റ് കറക്റ്റ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പോൾ ഷെയ്ൻ അഭിനയിച്ചുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഉണ്ണി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഇന്നയാൾ മ്യൂസിക് ചെയ്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല, ഇന്നയാൾ ക്യാമറ എടുത്തുകൊണ്ട് സിനിമ വിജയിക്കണമെന്നില്ല. സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊഡ്യൂസറുടെ കാശ് വേണം. കടം മേടിച്ചുകൊണ്ടുള്ള പൈസ എടുത്തുകൊണ്ട് വന്നാൽ അവന് ടെൻഷനാണ്. ബ്ലേഡിന് എടുത്തുകൊണ്ട് വന്നാൽ അവൻ വിചാരിക്കട ബ്ലേഡ് പൈസ കൊടുക്കണ്ടേ, അന്നേരം അവിടെ പൈസ കുറയ്ക്കും. ഞാൻ പറഞ്ഞത് ഇത് ഓരോ വിഭാഗങ്ങളുണ്ട്. സ്റ്റണ്ട് മാസ്റ്റർക്കാരുടെ ഇതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഷെയ്ൻ ഈ സിനിമയ്ക്കകത്ത് 2 പ്രാവശ്യം ആക്സിഡൻസ് ഉണ്ട്. ആ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർ, ഷെയ്ൻ്റെ കൂടെയുള്ള സ്റ്റാഫ്, ഷെയ്ൻ എനർജി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ, ഇവരൊന്നും നമ്മൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യാറില്ല. ഇവരെല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഒരു സിനിമ വരുന്നത്. ഇതൊരു അവിയൽ എന്ന് പറയും, ഞങ്ങളുടെ ഇവിടെ ഉണ്ടോ കോഴിക്കോട്? അവിയൽ എന്ന് പറഞ്ഞാൽ എല്ലാം വന്നാലും അവിയലിന് രുചിയുള്ളതെന്ന് പറയുന്നത്. വെണ്ടയ്ക്കയും വരണം, മുരിങ്ങയ്ക്കയും വരണം, എല്ലാം വരണം. അല്ല, സോറി, തെറ്റിപ്പ്. എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇടണം. അതെ, അവിയലിൽ എല്ലാ കൂട്ടുകളും ചേർന്നാലേ അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അവിയൽ നല്ല വൃത്തിയായിട്ടുണ്ടായി വന്നു.